പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന് ചാരിറ്റി പ്രവർത്തനം നടത്താൻ പണം ലഭിക്കുന്നത് എവിടെ നിന്ന് വ്യക്തമാക്കണമെന്ന് LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ. പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒഴിവാക്കിയെങ്കിലും ലക്ഷങ്ങൾ നൽകി പത്രത്തിൽ പരസ്യം നൽകിയത് എങ്ങനെയെന്നും LDF സ്ഥാനാർത്ഥി ചോദിക്കുന്നു. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയത്തെ പുതുപ്പള്ളി മണ്ഡലം. എന്തായാലും ഇത്തവണ KM രാധാകൃഷ്ണൻ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ചേട്ടാ, ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ മൊത്തം ഒന്ന്? തീർച്ചയായും വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം 45 വർഷക്കാലമായി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതിലുപരി പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ 2 തവണ പഞ്ചായത്ത് ഭരണസമിതി അംഗമായും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൽ 15 വർഷക്കാലം പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ കാലാകാലങ്ങളായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിരുന്ന ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിനതീതമായി എന്താണോ ഒരു വികസനം സമൂഹം കാക്ഷിക്കുന്നത് അതിനനുസൃതമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. LDFന് കേരളത്തിൽ വികസന രംഗത്ത് LDFന്റെ ഇടതുപക്ഷ ബദൽ സംസ്കാരം പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഇടതുപക്ഷ വീക്ഷണമുണ്ട്. ചാണ്ടിയുമൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നതിന്റെ പൈസ എവിടുന്ന് വരുന്നു എന്ന് അദ്ദേഹവും ആ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളും ഖജാൻജിയുമെല്ലാം ഈ പൊതുസമൂഹത്തോട് മറുപടി പറയണം. അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നത്. സമീപസ്ഥങ്ങളായ അസംബ്ലി മണ്ഡലങ്ങൾക്ക് സമാനമായി പുതുപ്പള്ളിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം UDFകാർ പോലും അംഗീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാന കാരണം UDFന് നിർണായക ഭൂരിപക്ഷമുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു സമീപനം സ്വീകരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചാണ്ടിയുമ്മൻ പോസ്റ്ററുകളും അതുപോലെ തന്നെ മറ്റ് പ്രചാരണ രീതികളുമെല്ലാം പോസ്റ്ററുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പത്രങ്ങളിലടക്കം പരസ്യം നൽകുന്നതിന് എവിടുന്ന് ഫണ്ട് ലഭിക്കുന്നു എന്നുള്ളൊരു ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവസാന ഘട്ടത്തിലേക്ക് കടങ്ങുമ്പോൾ വാഹന പ്രചരണത്തിലാണ് LDF സ്ഥാനാർത്ഥി ഉള്ളത്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.